ഇന്നിപ്പോൾ അങ്ങനെ ഗബ്രി പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ എവിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നാളെ എല്ലാവരെയും സേവ് ചെയ്യുകയാണ്. നാളെ എവിക്ഷൻ ഇല്ല, ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും നാളെ പുറത്താകുന്നില്ല. ഇനി ഉണ്ടായിരുന്നത് അഭിഷേക് ശ്രീകുമാറും അർജുനും സിജോയും ജിൻഡോയും നോറയുമായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ നാളെ സേവ് ആക്കി എന്ന് പറയുവാണ്. നാളെ എവിക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ വേറെ ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ഒരുപാട് സേഫ് പ്ലേയേഴ്സ് അവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ഗബ്രി പുറത്തു പോയിരിക്കുന്നത്. ഇനി ജാസ്മിൻ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ടോപ്പിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. പുറത്തിറങ്ങിയ ഗബ്രി അപ്പൊ ഏഷ്യാനെറ്റിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ കപ്പ് എടുക്കണം എന്നുള്ളതാണ്. ജാസ്മിൻ എന്തായാലും ഞാൻ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ആക്റ്റീവ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കും എന്നൊക്കെയാണ് ഗബ്രി പറഞ്ഞിട്ടുള്ളത്. ടോപ്പ് 5ലേക്ക് ജിൻഡോനെ, സിജോനെ, അപ്സരേനെ, ഋഷിനെ ഒക്കെ പറയുകയുണ്ടായി ഗബ്രി. റൂമിൽ ഈ ആഴ്ച നിന്നിരുന്നെങ്കിൽ അപ്പൊ ഗബ്രി ഔട്ട് ആവുകയില്ലായിരുന്നു. അടുത്ത ആഴ്ച ഇപ്പൊ ഋഷിയാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീക്കായിട്ടുള്ള പ്ലേയേഴ്സിനെ പവർ റൂമിൽ ഇടണമെന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശ്രീരേഖയും ശരണിയും ഒക്കെ വീണ്ടും പവർ റൂമിൽ തന്നെ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള എവിഷനിലും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും പുറത്തു പോകുന്നത്. സേഫ് ഗെയിം കളിക്കുന്നവരവിടെ നിന്ന് പോവുക തന്നെ ചെയ്യും. പവർ റൂമിലുള്ളവരൊക്കെ നോമിനേഷനിൽ ഇടേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?